2 വാതിൽ തുറക്കുന്നു, 3 പേരവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ അപ്പോഴേക്കും മണിയാച്ചനോട് എനിക്കിട്ട് നല്ല വർത്തമാനം ആയതുകൊണ്ട് ഞാൻ മണിയാച്ചനോട് ചോദിച്ചു, ഇവരൊക്കെ ആരാ? മണിയാച്ചൻ പറഞ്ഞു, ഓ എന്റെ പേഴ്സണൽ സ്റ്റാഫാ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലേ? അല്ല ഞങ്ങൾ ഇവിടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയിരിക്കും, ഞാൻ മിനിസ്റ്റർ ബ്രീഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മൊമെന്റ് അവിടെ ഒരു ഫ്രീസ് ഉണ്ടായി. അത് കഴിഞ്ഞപ്പോ അവർ എഴുന്നേറ്റങ്ങ് പോയി. നല്ല കക്ഷികളായിരുന്നു, കുഴപ്പമില്ല. അവരോട് മണിയാശൻ ഇടപെട്ടില്ല. പോയി കഴിഞ്ഞോ മണിയാശൻ എന്നോട് പറയാ, നന്നായി തൊന്തരവാണ്. ഇതാണ് മണിയാശൻ. പിന്നെ പുള്ളിക്ക് തന്നെ ഇവര് പ്രൈവസി കൊടുക്കാത്തോണ്ട് പുള്ളി ആയ കുഴഞ്ഞിരിക്കുക. തൊന്തരവാ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രസമുള്ള എഴുതാൻ പറ്റുന്ന സരസമായ ഒരുപാട് നിമിഷങ്ങൾ. ആത്മഹത്യ എഴുതിയാൽ ഗംഭീരമായിരിക്കും. പക്ഷെ കുഴപ്പം എല്ലാം അടിക്കാൻ പ്രിന്റ് ചെയ്യാൻ ഒക്കില്ല. പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, പ്രിന്റ് ചെയ്യുന്നല്ല, അത് നമുക്ക് അച്ചടിക്കാൻ പറ്റാത്ത കാര്യം. അല്ല, അത് ഞാൻ നല്ല ഭാഷയിലാക്കി തരാം. അപ്പോ ഇതിനകത്തെല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി, താങ്കൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വാസ്തവത്തിൽ പോരാടുന്നത്. തീർച്ചയായിട്ടും. വാസ്തവത്തിൽ സ്വാതന്ത്ര്യമില്ലായ്മയാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നവും. നമ്മൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കാണുന്ന ഒരു സ്ഥിതി, നമ്മൾ പല കാര്യങ്ങളിലും മാധ്യമങ്ങളായിക്കോട്ടെ ജനങ്ങളായിക്കോട്ടെ എല്ലാവരെയും ഒരു അയൺ കർട്ടൻ ഇട്ട് മറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. സത്യത്തിൽ ഇങ്ങനെ മറയ്ക്കാനും മാത്രമുള്ള കാര്യങ്ങളുണ്ടോ അവിടെ? ഈ പണ്ടൊക്കെ സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഇഷ്ടംപോലെ കയറി വരിക ഇറങ്ങിയും ഞങ്ങൾ അവിടെ കയറാത്തത് കൊണ്ട് അവിടുന്ന് രഹസ്യങ്ങളൊന്നും ചോരാതിരിക്കുന്നുമില്ല. ഞങ്ങൾ കയറാതിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം മാധ്യമങ്ങൾ എന്തിനാണ് ഈ അയൺ കർട്ടനിട്ട് മറിക്കുകയും അവരുടെ കയറ്റം തടയുകയും എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ സ്വാതന്ത്ര്യമില്ലായ്മ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനുവേണ്ടിയാണല്ലോ താങ്കൾ പോരാടുന്നത് ഒരർത്ഥത്തില്. അപ്പോൾ ഇതിന് എന്താണ് ആ സെക്രട്ടേറിയറ്റിലെ പ്രശ്നം? എന്താണ്? ഫിലോസഫിക്കലായിട്ട് ഞാൻ പറയാം, ഗവൺമെന്റിന് ഒരു രഹസ്യങ്ങൾ പാടില്ല. ഗവൺമെന്റിന്റെ രഹസ്യങ്ങൾ 2 കണ്ടീഷൻസിലേ പാടുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ബജറ്ററി സീക്രട്സ്, അതിനിപ്പോ വലിയ പ്രസക്തി ഒന്നുമില്ല, കാരണം ടാക്സേഷൻ പ്രപ്പോസൽസ് ഇല്ല. 2, ഇപ്പൊ ആഭ്യന്തര വകുപ്പിൽ കുറച്ച് രഹസ്യങ്ങൾ ഉണ്ടാവും. അതായത് പബ്ലിക്കിന് റിലീസ് ചെയ്താൽ ജനങ്ങൾക്ക് ഇൻകൺവീനിയൻസ്, ഇല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ, ഇങ്ങനെയൊക്കെ. പിന്നെ ചില കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ റിലീസ് ചെയ്യാവൂ. ഇതിന് നമ്മൾ സീക്രട്ട് ഡോക്യുമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ രഹസ്യമായിട്ട് സോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഇന്റഗ്രിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഇന്റലിജൻസിന്റെ മേധാവി കൊടുക്കുന്ന ഒരു റിപ്പോർട്ട്, അതൊക്കെ ചിലപ്പം വയർ ടാപ്പിംഗ് ഒക്കെ വഴി എടുത്ത കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് പുറത്തപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഉദ്ദേശം എത്ര ശതമാനം ഫയലുകളിൽ വരും? എൻ്റെ നോട്ടത്തിൽ ഒരു 2%. സെക്രട്ടേറിയറ്റിൽ 1,00,000 ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് വല്ല 2,000 ഫയലിന്റെ അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ പ്രധാനപ്പെട്ട ഫയലുകളാണെങ്കിലും അല്ല, ആ സീക്രട്ട് സെക്ഷൻസിന്റെ കൺട്രോൾ, ആ സീക്രട്ട് സെക്ഷൻസിലെ ഫയലുകൾ നീങ്ങുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. അത് നിങ്ങൾക്ക് തരികയില്ല. നിങ്ങൾ ചിലപ്പോൾ അത് സോഴ്സ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പൊ ബട്ട് ദ പോയിന്റ് ഈസ് ദാറ്റ് റെസ്റ്റ് ഓഫ് ഇറ്റ്, ഞാൻ പറയും, ഇപ്പൊ എന്റെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ ഫയൽ ഇലക്ട്രോണിക് ആയപ്പോൾ ഞാൻ വേറൊരു സംവിധാനം പറയാം. ഫയലിന് ഒരു സീക്രസിയും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ചുകൂടെ പറയാം. ഇപ്പോൾ ഈ ഇലക്ട്രോണിക് ഫയൽ ഇപ്പൊ ശ്രീ ജോൺ മുണ്ടക്കയത്തിന്റെ ഒരു ലെറ്റസ് ഒരു ആനുകൂല്യത്തിന് വേണ്ടി കൃഷി വകുപ്പിൽ അപ്ലൈ ചെയ്തെന്ന് വെച്ചോ. ഈ നിങ്ങളുടെ ഇൻപുട്ട് ഡോക്യുമെന്റ് റിസീവ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫയൽ നമ്പർ ഞാൻ തന്നു. ഈ ഫയൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ സംവിധാനം വെച്ച് എങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു SMS തരാനുള്ള ക്രമീകരണം ഉണ്ടാക്കാം. യുവർ ഫയൽ പെൻഡിങ് ദിസ് സബ്ജക്ട് ഈസ് നൗ വിത്ത് അണ്ടർ സെക്രട്ടറി സോ ആൻഡ് സോ. അതിന്റെ എങ്ങോട്ട് മൂവ് ചെയ്തോണ്ട് പ്രത്യേക ചെലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പൊ അത് ഓൾറെഡി സൈറ്റിൽ അവൈലബിൾ ആണ്. ആരുടെയും ഉണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴും ലൊക്കേറ്റ് ചെയ്യാം, മെസ്സേജ് അയക്കുന്നില്ല, SMS തരാം. ഇനി ഞാൻ അതിന്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. വൈ ഡോണ്ട് യു അലൗ ദ സിറ്റിസൺസ് ടു റൈറ്റ് ദ ഫയൽ? വളരെ സിമ്പിൾ. എന്താ കുഴപ്പം? ഈ ഫയലിനകത്ത് എന്തോന്ന് മാജിക് ഇരിക്കുന്നത്? ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ എല്ലാ ഫയൽ കൈകാര്യം ചെയ്യേണ്ട മാനുവലുകളും എല്ലാ സർക്കാർ ഉത്തരവുകളും എല്ലാ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഒരു 80% റിലവന്റ് ആയിട്ടുള്ളത് ഇപ്പോഴും ഉണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ വന്നു കഴിഞ്ഞാൽ അതാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന ഗവൺമെന്റിൽ ഒരു വലിയ റവല്യൂഷൻ. ഈ ഫയൽ എഴുതുകയേ വേണ്ട. ഇപ്പൊ യു വാണ്ട് ടു അപ്ലൈ ഫോർ ലെറ്റ് സേ ഒരു മ്യൂട്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കർഷക പെൻഷൻ. അപ്പൊ നിങ്ങൾ ഇലക്ട്രോണിക് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കഴിഞ്ഞപ്പം ഈ മെഷീന്റെ ലോജിക്ക് തന്നെ അത് പരിശോധിച്ചിട്ട് അവർ പറയും, നിങ്ങൾക്ക് 60 വയസ്സായിട്ടില്ല, അതുകൊണ്ട് ഈ പെൻഷൻ ഇപ്പൊ കിട്ടത്തില്ല, 1 കൊല്ലം കഴിഞ്ഞിട്ട് തരത്തുള്ളൂ. റിപ്ലൈ ഈസ് ഓട്ടോമാറ്റിക്കലി മെയ്ഡ്, ഫയൽ ക്ലോസ്. അല്ലെങ്കിൽ ഈ ഫയലോടെ പോയി കണ്ട് അവസാനം ഇത് കൊടുക്കാമോ, 60 വയസ്സായിട്ടുള്ള നിയമം ഇങ്ങനെ പറയുന്നു, എല്ലാം കൂടെ കറങ്ങി 1 വർഷം കഴിഞ്ഞ് ഓട്ടോ ചെക്ക് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡ്രോയിങ്സ് കൊടുത്തു കഴിയുമ്പോൾ കംപ്ലൈന്റ് ആണോ, ബിൽഡിംഗ് റൂൾസ് കംപ്ലൈന്റ് ആണോ എന്നുള്ളത് കമ്പ്യൂട്ടറാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ടിലേ ഉള്ളൂ അവർ സെക്കൻഡ് വെരിഫിക്കേഷൻ
സിറ്റുവേഷൻ വരുന്നത്. ഇതേ സിസ്റ്റം തന്നെ മിക്കവാറും ഇൻപുട്സിനെല്ലാം വരാം. ഇപ്പൊ AI വന്നു കഴിയുമ്പോഴേക്കും ഈ ഫയലിന്റെ ലോജിക്ക് മൊത്തത്തിൽ അങ്ങ് മെഷീൻ ഏറ്റെടുക്കും. പക്ഷെ അപ്പോ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൺട്രോൾ പോകുമ്പോ അവർ വിഷമിക്കുമല്ലോ, അവര് വിഷമിക്കും. പക്ഷെ അവർക്ക് വേറെ പണി കണ്ടുപിടിക്കേണ്ടി വേറെ വരും. അല്ല, പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടല്ല. കാരണം ഇപ്പം ഗവൺമെന്റ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ റവന്യൂ വകുപ്പ് ഇത്രയും കൂടുതൽ ആൾ അതിൽ വേണമെന്നുള്ള ഒരു സംശയമുണ്ട്. അതേസമയം ഫുഡ് സേഫ്റ്റി വളരെ കുറച്ചാളേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ക്രിട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം കേരളത്തിന് പുറത്തുനിന്നല്ലേ ഫുഡ് മൊത്തം വരുന്നത്. എല്ലാവർക്കും ക്യാൻസറോ ഹാർട്ടോ എന്തെങ്കിലും വരികയാണ്. അത് ഈ പെസ്റ്റിസൈഡ് അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് സേഫ്റ്റി ഇഷ്യൂസ് നാട്ടിൽ നടക്കുകയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പുതിയ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോഴും വളരെ കുറച്ച് പേരേ ഉള്ളൂ, 100 പേരെ കണ്ടേ ഉള്ളൂ ആ വകുപ്പിൽ. അത് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇവനെ റീസ്ട്രക്ചർ ചെയ്താൽ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചാളേ ഉള്ളൂ. അങ്ങനെയല്ല, എൻവയോൺമെന്റ് വളരെ പ്രാധാന്യമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ കുറച്ചുപേരെ കൃഷിയിൽ നിന്ന് വേണേൽ നമുക്ക് എൻവയോൺമെന്റിലോട്ട് ആക്കാം. അപ്പൊ ഇതിനെ പക്ഷെ അത്തരത്തിലുള്ള ഒരു റീസ്ട്രക്ചറിങ് റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിൽ റീസ്ട്രക്ചറിങ് വകുപ്പുകളിൽ നടക്കുന്നില്ല. എന്തുകൊണ്ടോ കഴിഞ്ഞ 10 കൊല്ലം നമുക്ക് അതിനകത്ത് സസ്പെൻഡ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമിന്റെ ഒരു കീ ഏരിയ ആണത്. പക്ഷെ അത് നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ കുറച്ചു കാലം അതെന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ഇറങ്ങി, പക്ഷെ ട്രിബ്യൂണലിൽ പോകണ്ടെന്ന് പറഞ്ഞു. കാരണം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റോൾ അല്ല അവിടെ ചെയ്യാൻ. അല്ല, അതിൽ ഇഷ്യൂ അതല്ലായിരുന്നു. അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ഒരു ഓർഡർ ഇറക്കി കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ സ്റ്റാറ്റസ് കോ പറഞ്ഞിരിക്കുന്നുണ്ട്, അത് കണ്ടംപ്റ്റ് ആണെന്ന് തന്നെ പറഞ്ഞു. പിന്നീട് നടപടി എടുക്കേണ്ടെന്ന് വെച്ചാൽ അവരത് അവസാനിപ്പിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയേറെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും ഇത്രയേറെ എല്ലാ വിഷയങ്ങളിലും താല്പര്യമുള്ള ഇത്രയേറെ ഒരു ആളുകളെ വേണ്ടി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ താങ്കൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല? രാഷ്ട്രീയം വാസ്തവത്തിൽ ഇതെല്ലാം ചെയ്ത് ആഗ്രഹം പോലെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു നല്ല മേഖലയല്ലേ? അല്ല, എനിക്കത് വലുതായിട്ട് എനിക്ക് അപ്പീൽ ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ നിലയ്ക്ക്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ മാതിരി ഒരു കൺഫോർമിസ്റ്റ് അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് അവിടെ വരുമെന്ന് എനിക്ക് നല്ല സൂചനയുണ്ട്. അത് ഇൻ ദ സെൻസ് അപ്പോൾ ഇനി വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. അത് എത്ര എന്നെ ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകും, എത്ര ടോളറേറ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ കഴിയുന്നിടത്തോളം ഈ തൊഴിൽ ഞാൻ 24 വയസ്സുള്ളപ്പോഴാണ് IAS എഴുതുന്നത്. 25ാമത്തെ ബർത്ത്ഡേക്ക് മുമ്പ്, പിറന്നാളിന് മുമ്പ് IAS ജോയിൻ ചെയ്യുകയാണ്. വേറെ ഒരു ജോലിയും ചെയ്തിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാഗ് എടുത്തുകൊണ്ട് നേരെ മസൂറിയിൽ പോയി ജോയിൻ ചെയ്യാൻ, നിൽ വർക്ക് എക്സ്പീരിയൻസുമായിട്ട് സർവീസിൽ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ 28 വർഷമായി, ഇനി 6 വർഷം കൂടിയേ ഉള്ളൂ. സോ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ നേരത്തെ പോകേണ്ടി വരുമെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ക്ലോസ് ദിസ് ആസ് നൈസ്ലി ആസ് പോസിബിൾ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അക്കാഡമിക് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. പൊളിറ്റിക്സിൽ എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഈ കക്ഷി രാഷ്ട്രീയം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു അടിമത്തമാണ്. ഇഫ് യു ടേക്ക് എ മെമ്പർഷിപ്പ് ഇൻ എ പാർട്ടി, നമ്മൾ കാണുന്നില്ലേ, യു ഹാവ് റിപ്പോർട്ടഡ് പൊളിറ്റിക്സ് ഓവർ എ. അല്ലാതെ ഇപ്പോഴത്തെ ഇവിടുത്തെ രാഷ്ട്രീയത്തില് പാർട്ടി ബേസ്ഡ് അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ ഭാരമല്ലേ. 53 കൊല്ലം മെമ്പർഷിപ്പ് ആയിട്ട് നടന്ന ആള് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോ ന്യൂസിലുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഡിസൊല്യൂഷൻ എല്ലായിടത്തും വരും. യുവർ ഫ്രീഡം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് സർവീസ് മുന്നോട്ട് പറ്റാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇത് ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും അക്കാഡമിക് ലൈഫിലോ വീട്ടിൽ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആണ്. അതിനുവേണ്ടി ഭാര്യയുടെയും കുടുംബത്തിന്റെയും ഒക്കെ പിന്തുണയും സമ്മതമുണ്ട്. വൈഫ് എംപ്ലോയി ആണ്. അവർ VSSC ഒരു സാമാന്യ സീനിയർ സയന്റിസ്റ്റ് ആണ്. സാമ്പത്തികമായിട്ട് എനിക്ക് വലിയ വിഷയങ്ങളൊന്നും, ഒരു മോളേ ഉള്ളൂ. ഷീസ് ഓൾറെഡി മെഡിക്കൽ PGക്ക് ഇപ്പം അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഐ ക്യാൻ സപ്പോർട്ട് ഹർ. അല്ലെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് തുണ്ട് ഭൂമിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു 10-15 സെന്റ് വിറ്റാലും ബാങ്ക് ഇട്ടാലും സർവൈവൽ ഇസ് ഓൾ റൈറ്റ്, യു ആർ ഹാപ്പി. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു എനിക്കങ്ങനെ ഒരു ഇന്ന കേരള ചീഫ് സെക്രട്ടറി ആവാൻ പറ്റും, അടുത്തത് ഇത്രാം തീയതി എനിക്ക് അടുത്തത് കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ ഇല്ല. ട്രൈ ആൻഡ് ഡു യുവർ ബെസ്റ്റ് ആൻഡ് ബി ഓണസ്റ്റ് ആൻഡ് ട്രൂ ടു യുവർ സെൽഫ്. അത് പ്രധാനമാണ്. ഞാൻ 1 മിനിറ്റ് ഒന്ന് KSEB-ലോട്ട് ഒന്ന് തിരിച്ചു നോക്കട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. 366 ദിവസമാണ് KSEB-യിൽ ഉണ്ടായിരുന്നത്. അവിടെ ചെല്ലുമ്പം എനിക്ക് KSEB പറ്റി ഒരു മുൻധാരണയുണ്ട്. കാരണം ഞാൻ അതിന് മുമ്പത്തെ 2 വർഷം പവർ സെക്രട്ടറി ഇതിന്റെ എക്സ് ഒഫീഷ്യോ ഡയറക്ടറാണ് KSEB-യുടെ. അന്ന് മിസ്റ്റർ പിള്ളൈ MD. അപ്പോൾ KSEB-യിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പിള്ളേർ വന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴും എല്ലാം പിള്ളേരുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഇതുണ്ട്, ഇഷ്യൂ ഉണ്ട്. പക്ഷെ അവിടെ കണ്ട ഒരു സംഗതി, ഈ യൂണിയനുമായിട്ടുള്ള ഇഷ്യൂ എന്നുള്ളതല്ല. യൂണിയനുമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഒന്ന്, അൺഫോർച്ചുനേറ്റ്ലി ഈ വൈദ്യുതി വകുപ്പ് CPM-ന്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു ഇഷ്യൂ. ഡോമിനന്റ് യൂണിയൻ CITU അവിടെയാണ്. അവര് വകുപ്പ് കൃഷ്ണൻകുട്ടി സാറിന് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇൻ ദാറ്റ് സെൻസ്. അപ്പൊ അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ കൃഷ്ണൻകുട്ടി സാറിനെ കൺട്രോൾ ചെയ്യാനായിരുന്നു, സീരിയസ്ലി. അപ്പൊ അവര് പോയിട്ട് കൃഷ്ണൻകുട്ടി സാറിന്റെ സ്റ്റാഫിൽ ആരൊക്കെ വേണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്തു. പ്രൈവറ്റ് സെക്രട്ടറി ഇന്ന ആളായിരിക്കും. പക്ഷെ കൃഷ്ണൻകുട്ടി സാർ ഒരു എന്തായാലും പറയട്ടെ, എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് സാറെല്ലാം ചിരിച്ചു കേൾക്കും. പിന്നെന്താ ഇതെല്ലാം
ഇവര് പോകും, സാറിന് ഇഷ്ടമുള്ള സാറ് ചെയ്യും, ഇതാണ് സാറിന്റെ രീതി. അപ്പൊ ആ ഗ്രിപ്പ് പോയതിനു ശേഷം ഞാൻ അവിടെ ചെന്നപ്പോ ദെൻ ദ നെക്സ്റ്റ് ഇവര് ഭയങ്കര ഇന്റിമിഡേറ്റേഴ്സ് ആണ് ഇൻ ദാറ്റ് സെൻസ്. അപ്പോ അവിടുത്തെ ചില രീതികൾ ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോവല്ല, ഈ പറഞ്ഞ മാതിരി യൂണിയൻ നേതാക്കളുടെ ഒരു ഫീഫ്ഡമാണ് ഇത്. അത് മാത്രമല്ല 44 പേര് ഒഫീഷ്യലി യൂണിയൻ വർക്കിലാണ്. അവരെ വൈദ്യുതി ഭവനിലോ തൊട്ടടുത്ത സെക്ഷൻസിലോ പോസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന യൂണിയൻ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അവരിങ്ങനെ വെള്ളയും എല്ലാം ഇട്ടി 44 പേര്. അതിൽ ഏറ്റവും രസം എന്താ പറയുക, ഈ കമ്പനിയുടെ 7 ഡയറക്ടേഴ്സും ചെയർമാനും 7ാം നിലയിലാണ് ഇരിക്കുന്നത്. 7ാം നിലയിൽ ഇവരുടെ നോമിനീസ് ആണ് ഈ ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു ഡയറക്ടേഴ്സ്. ആ കമ്പനി നടത്തുന്നത് ഡയറക്ടേഴ്സ് അല്ല, അവരുടെ ടെക്നിക്കൽ അസിസ്റ്റൻസാ. ഒരു ഡയറക്ടർ എന്റെ അടുത്ത് വന്ന് ഇപ്പോഴതൊക്കെ മാറിയോ അതോ ഇപ്പൊ ഇച്ചിരി ഭേദമാണ്? ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് താങ്കൾ ചെയ്ത വർക്കിന്റെ പ്രയോജനം ഇപ്പൊ അല്ല, CMD-മാർക്ക് ഒരു സ്റ്റാൻഡിങ് വന്നു. കാരണം ഞാൻ അവിടുത്തെ എല്ലാ വലിയ മേജർ കേസുകളെല്ലാം അവിടുത്തെ പുറത്താക്കിയല്ലോ, അറ്റ്ലീസ്റ്റ് ഫോർ സം ടൈം. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ആ കമ്പനിയിലെ പ്രിൻസിപ്പൽസ്, അതായത് ഇപ്പൊ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷന്റെ ഡയറക്ടർ മീറ്റിംഗിൽ വന്നിരുന്നാൽ അയാൾ മൗനി ബാബയെ പോലെ ഇരിക്കും. അതിന്റെ പുറകെ ഇരിക്കുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഴുന്നേറ്റ് നിന്ന് പടപടപടാന്ന് കാര്യം പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് വൈ ആർ യു സൈലന്റ്? പുള്ളി പറഞ്ഞു നമുക്കിനി 1 വർഷം കൂടെ ഉള്ളു, ഇവരൊക്കെയാണ് നടത്തുന്നത്. പിന്നെ ദെൻ ഐ ഡിസ്കവേർഡ് ദാറ്റ് ഓൾ ഓഫ് ദോസ് ജൂനിയേഴ്സ് ആർ നോമിനീസ് ഓഫ് ദി ഓഫീസർ അസോസിയേഷൻ. പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, അത് ഞങ്ങളൊരു പാനൽ തരാം, സാർ അത് വരച്ചാൽ മതി, പിന്നെ സാർ ഒന്നും അറിയണ്ട, കമ്മിറ്റി തീരുമാനം എടുക്കും, കമ്മിറ്റി നടത്തും. ഞാനത് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വെരിഫൈ ചെയ്തപ്പോൾ അതെല്ലാം ഒരു അസോസിയേഷന്റെ ആൾക്കാരാണ്. അപ്പൊ പറഞ്ഞ അപ്പൊ എന്നോട് പറഞ്ഞത്, അന്നത്തെ നേതാവ് പറഞ്ഞത്, ഈ കമ്പനി ഒരു ജനാധിപത്യപരമായിട്ട് നടത്തപ്പെടുന്ന കമ്പനിയാണ്. ഞാനതെല്ലാം ഇതായിട്ട് കേട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ, സുഹൃത്തെ, നിങ്ങൾ ഈ പറയുന്ന കൂട്ട് ഇങ്ങനെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ കാണുമല്ലോ, അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇങ്ങനെ അവരുമായിട്ട് ചർച്ച ചെയ്ത് MD എന്ത് തീരുമാനം എടുക്കാവും. അപ്പൊ ഇറ്റ് ഈസ് എ വേ ഓഫ് എക്സ്റ്റേണൽ അക്കൗണ്ടബിലിറ്റി. ഇവരൊരു റിസ്ക് എടുക്കത്തില്ല, ഇവർ ഫയൽ എഴുതത്തില്ല, പക്ഷെ അവരെ ബോധിപ്പിച്ചിട്ടേ ചെയർമാൻ എടുക്കാനൊക്കത്തുള്ളൂ. ഞാൻ ആ നോട്ടിനകത്ത് എഴുതി ദിസ് ഇസ് നോട്ട് പോസിബിൾ. വേറൊരു തമാശ എന്തെന്നറിയാം, ഈ ചെയർമാന്റെ ഓഫീസിനകത്ത് ഇരിക്കുന്ന സ്റ്റാഫും വ്യത്യസ്ത യൂണിയൻകാരാണ്. ഇപ്പൊ നിങ്ങൾ ഒരു നോട്ട് അടിച്ചെന്ന് വെച്ചോ, ദാറ്റ് യുനോ A സെക്ഷനിൽ ഇരിക്കുന്ന സെക്ഷൻ ഓഫീസർ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ പർച്ചേസിൽ ഇരിക്കുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആ സെക്ഷനിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഇപ്പൊ ലൈൻസ് പർച്ചേസിന്റെ സീറ്റിലോട്ട് മാറ്റണം എന്നൊരു നോട്ട് കൊടുത്തെന്ന് വെച്ചോ, വിത്തിൻ ഹാഫ് ആൻ അവർ അയാൾ ഉൾപ്പെടുന്ന യൂണിയന്റെ ആൾക്കാർ മുറിയിൽ വരും. ഞാൻ കണ്ടതാ. ഈ നോട്ട് കൊണ്ട് ഇവിടെ വരും, സാർ ഇങ്ങനെ ഒരു നോട്ട് അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ അയച്ച നോട്ട് നിങ്ങളുടെ എങ്ങനെ കിട്ടി? അല്ല, ഞങ്ങൾ ഇവിടുന്ന് ചൂണ്ടിയെടുത്ത്, അല്ല ഈ നോട്ട് മരവിപ്പിക്കണം. ഇതിന് തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ചെയർമാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഏത് നോട്ടും 10 മിനിറ്റിനുള്ളിൽ ഇത് മരവിപ്പിക്കാനായിട്ട് ഒരാൾ നിങ്ങളുടെ മുറിയിൽ വരും. ഞാനൊരു പണി ചെയ്തു. എനിക്കന്ന് KTDFCയുടെ അഡീഷണൽ ചാർജ് ഉണ്ടായിരുന്നു. ഞാൻ KSEBയുടെ ഒരു ലാപ്ടോപ്പും കമ്പ്യൂട്ടർ സിസ്റ്റവും KTDFCയുടെ ഒരു അസിസ്റ്റന്റിനെയും കൂടെ നേരെ അങ്ങോട്ടങ്ങ് മാറ്റി. അപ്പൊ എപ്പോൾ എനിക്ക് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യണോ, ഞാൻ താഴെ പറയും ഇലക്ട്രോണിക് ഓഫീസിൽ ബ്ലാങ്ക് ഫയലിംഗ് വിടാൻ പറയും. കണ്ടന്റ് ഒന്നുമില്ല, എന്റെ നോട്ട് ഞാൻ അവിടെ വെച്ച് ചേർക്കും, ഞാൻ തന്നെ കുത്തിയിരുന്ന് ബോർഡ് ഓർഡർ അടിക്കും. ഇവര് സെക്ഷനിൽ നിന്ന് 2 പേരെ മാറ്റണമെന്നുണ്ടെങ്കിൽ 2 പേരെ മാറ്റി റീഅറേഞ്ച് ചെയ്യാനുള്ള സൈൻഡ് ഇൻ ഒറിജിനൽ ബൈ മാനേജിംഗ് ഡയറക്ടർ. ഇത് മെയിലിൽ തിരിച്ച് ഈ ഓർഡറാണ് അവർ ഡെസ്കിൽ ചെല്ലുന്നത്. കുഴഞ്ഞില്ലേ, സെക്ഷനും അറിയുന്നില്ല. അപ്പോഴാണ് അവർ പ്രസ്താവന ഇറങ്ങിയത്, ഈ കമ്പനി ഇപ്പോൾ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നാണ് നടത്തപ്പെടുന്നത്. അപ്പൊ ഞാനതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന അജ്ഞാത കേന്ദ്രമാണ് നിങ്ങളുടെ ചെയർമാന്റെ ഓഫീസ്. ഞാനിവിടെ ഇരിക്കുന്നതാണ് എന്റെ ഓഫീസ്, ഞാനിരിക്കുന്നതല്ലേ എന്റെ ഓഫീസ്. അങ്ങനെ അപ്പോൾ പിന്നെയും പല ചില കേസുകളിൽ ഗവൺമെന്റിൽ ഞാൻ കൊടുത്ത റിപ്പോർട്ടില് യൂണിയൻ അപ്സെറ്റ് ആയപ്പോൾ അവർ എന്ന് പറഞ്ഞു, അതായത് ഞങ്ങൾ ആരും ഇങ്ങനെ ഒരു കരട് പുള്ളിക്ക് കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ പുള്ളി ഗവൺമെന്റിലേക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് അയച്ചു? ഞാൻ പറഞ്ഞു, ഞാനത് എഴുതിയതുകൊണ്ട്. അവർ പറഞ്ഞു, അതൊന്നും ഒട്ടും ശരിയല്ല, ഞങ്ങൾ എഴുതി തരുന്നതിനകത്ത് തിരുത്താനേ സാറിന് പറ്റൂ. ഞാൻ പറഞ്ഞു, അത് എന്നെ കാണിച്ചു തന്നാൽ മതി റൂൾ. ചെയർമാൻ മാനേജർ ഒപ്പിടുന്നതല്ലേ ലെറ്റർ. പറഞ്ഞു, ഇതിന്റെ വലിയ രസമായിരുന്നു അവിടെ. അപ്പൊ അവര് പറഞ്ഞു, ഇതിന്റെ ബാക്ക് ചെയ്യാനായിട്ട് ഒരു ഫയൽ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയ സാധനത്തിനകത്ത് നമ്പർ ഇടുമ്പോൾ അത് ഫയൽ ആദ്യമായിട്ട് ഒരു ബാക്ക് ഫയൽ ഇല്ലാത്ത ഒരു സംഭവം നടക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയ സാധനത്തിന്റെ സൈഡിൽ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്, അത് ഫയൽ രജിസ്റ്ററിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് ഫയലായി. സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷെ ഇത് ഭയങ്കര സ്ട്രെയിൻ ഉള്ള പണിയാണ്. KSEB ഇരുന്ന എല്ലാ തരത്തിലും സ്ട്രെയിൻ അല്ലേ, ഇവരുമായിട്ട് ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് സ്ട്രെയിൻ. പിന്നെ ഇതിങ്ങനെ നമ്മള് സ്വന്തമായിട്ടിരുന്നതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ സ്ട്രെയിൻ, ഈ ഭാരമെല്ലാം. പിന്നെ ഇതിലെ ഒരു സന്തോഷം, ഒരു ത്രില്ല്, അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ് ചെയ്യാം ഉണ്ടെങ്കിൽ അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഫൈറ്റിംഗ് ആണ്. ഫൈറ്റിംഗ് ഫോർ ദ
ജസ്റ്റിസ് എന്നോ ഫൈറ്റിംഗ് ഫോർ ദ ട്രൂത്ത് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ഫൈറ്റിംഗ് ഈസ് ഫൈറ്റിംഗ്. ഇതില് എല്ലാത്തിലും ഞാൻ അവരെ ഓവർ പവർ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അന്ന് ചീഫ് എഞ്ചിനീയേഴ്സിന്റെ പോസ്റ്റിംഗ് ആദ്യം വന്നപ്പോൾ ചീഫ് എഞ്ചിനീയേഴ്സ് 18 പേരെ മറ്റുണ്ട്, 14 ഇലക്ട്രിക്കലും 4 സിവിലും. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷനിൽ ഭയങ്കര ഇടിയാ ചീഫ് എഞ്ചിനീയേഴ്സിന് വരാനായിട്ട്. മിനിസ്റ്റർക്ക് ഭയങ്കര തലവേദനയായിരിക്കും. അത് ഫുൾ ബോർഡാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും മിനിസ്റ്ററുടെ അഭിപ്രായം ഒന്ന് ചോദിക്കും. അതിന് ഇൻ ദ സെൻസ്, കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ വെക്കുന്ന ആൾ ഇത്ര ഹൈവി ഡ്യൂട്ടി ഡിവിഷനാണ്. അപ്പൊ അവിടെ ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ആളായിരിക്കണം. വർക്കേഴ്സിനെ വെറുപ്പിക്കരുത്, വർക്കർ ടു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ വെറുപ്പിക്കരുതല്ലോ. ഇറ്റ്സ് എ വെരി ടഫ് ജോബ്. അപ്പം മിനിസ്റ്ററിന്റെ ഒരു മനസ്സറിഞ്ഞിട്ട് ബോർഡ് അത് റിസോൾവ് ചെയ്തൊക്കെ ഇടും. ഞാൻ മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഫുൾ ബോർഡ് ഡിസിഷൻ അനുസരിച്ച് 8 ചീഫ് എഞ്ചിനീയേഴ്സിനെ മാറ്റി നിയമിച്ചു. ഞാൻ ചെന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ മാറ്റി നിയമിച്ചു. ഇമ്മീഡിയറ്റ്ലി ഈ പതിവ് പോലെ ഈ ബോർഡ് ഓർഡർ അങ്ങോട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ പാടെ 4 പേര് എന്റെ ചേംബറിൽ കയറി. സാർ ഈ ചെയ്ത് തീരെ ശരിയായില്ല. ഞാൻ ചോദിച്ചു എന്താ ശരിയാകത്തത്? അല്ല ചീഫ് എഞ്ചിനീയേഴ്സിനെ മാറ്റി നിയമിച്ചു. ഞാൻ പറഞ്ഞത് ചീഫ് എഞ്ചിനീയേഴ്സ് അല്ല വരുന്നത്, അവരുടെ ആളുകളാണ്. അല്ല, നിങ്ങൾ കേൾക്കണം ആരാ വരുന്നത്. സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ. ശരി, സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ. അപ്പൊ ഒരു CATUവിന്റെ ആളും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാൻ ഇദ്ദേഹം OAയുടെ ചീഫ്, ഞാൻ CATUവിന്റെ ചീഫ്, ഇത് മറ്റേ ഭരണകക്ഷി യൂണിയൻകാർ. ഞങ്ങളുമായിട്ടൊന്ന് ഇരുന്നിട്ടാണ് ഏത് ചീഫ് എഞ്ചിനീയർ അവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. ബിക്കോസ് യു ആർ എൻ ഓവർസിയർ, യു സ്റ്റാർട്ട് ഡിസൈഡിങ് ഓൺ ദ ചീഫ് എഞ്ചിനീയർ. ഈ ഓർഗനൈസേഷൻ ഡിസിപ്ലിൻ പോകും. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കൺസൾട്ടൻ തരാം. ചീഫ് എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി വന്നപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ആരെ പോസ്റ്റ് ചെയ്യുമെന്നുള്ളത്. ആരെ എവിടെ വേണമെന്ന് നിങ്ങൾ ഓരോരുത്തരും എഴുതി തന്നേക്കും. ശരി, OA എഴുത്ത, CATU എഴുത്ത, മറ്റേ യൂണിയനും എഴുത്ത. ഐ വിൽ ടേക്ക് എ കോൾ ഓൺ ദാറ്റ്. അത് എൻ്റെ ഇരിക്കട്ടെ. കാരണം നിങ്ങൾ വാക്കാൽ പറയുന്ന കേട്ടോണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വെളിയിൽ പോയിട്ട് ഞങ്ങൾ പറഞ്ഞല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ കുഴഞ്ഞില്ലേ. അതുകൊണ്ട് എൻ്റെ രേഖ ഇരിക്കട്ടെ. അങ്ങനെ അവർ ചിലപ്പോൾ എഴുതിക്കൊണ്ട് വരുമായിരുന്നു. ചിലത് കാരണം ഈ ചില ഓഫീസേഴ്സ് വർക്കേഴ്സുമായിട്ട് വഴക്കിടും, മനസ്സിലായി. അപ്പൊ ചിലത് നമ്മൾ പിന്നെ വി വിൽ ഓൾസോ സോർട്ട് ഓഫ് ടേക്ക് ദെയർ അപ്രഹെൻഷൻ ഇൻ ടു ഹാൻഡ്. ചെയ്യുകയും ചെയ്യും. പക്ഷെ അങ്ങനെ മാനേജ് ചെയ്തു. പക്ഷെ can you imagine that the biggest company which needs to be most professional, കോൾഡ് എന്ന് പറഞ്ഞതുപോലെ നമ്മള് വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതിൽ സർപ്രൈസിങ് അല്ലേ. അത് ഈ പറയുന്ന ഒരു ലാർജ് കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിൽ ഒരു ഫിറ്റർ മെക്കാനിക് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ CMD എടുത്ത് ചെന്നിട്ട് പറയുമോ? ഇപ്പൊ ഇൻഡിഗോ എയർലൈൻസിലെ ഒരു മെയിൻ്റനൻസ് ക്രൂവിൽ നിൽക്കുന്നവരത്ത് ചെന്നിട്ട് CMD അത് പിന്നെ ജനറൽ മാനേജറായിട്ട് ഇന്നയാളെ വെക്കണം എന്ന് പറയുമോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട് ഹിയർ. അതാണ് ചെയ്യുന്നത്. ഹി ഹാസ് ദ ടെമറിറ്റി ടു സേ ദാറ്റ് ഹൂ ചീഫ് എഞ്ചിനീയർ വിൽ ഗോ വെയർ. അങ്ങനെ ആയിരുന്നു പതിവെന്നാണ് പറയുന്നത്. ഞാൻ നിർത്തി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജനങ്ങൾ വിധി എഴുതാൻ. 16-ാം ഈ സർക്കാർ മാറി വന്നാലും മാറി വന്നില്ലേലും B. അശോക് അദ്ദേഹത്തിന്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും, തുടരാൻ ശ്രമിക്കും. അതെ. എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. പോരാട്ടം നല്ലതിന് വേണ്ടി തുടരുക. പോരാട്ടം ഒന്നുമില്ല, സമരവും അനുരഞ്ജനവും.